അപ്പൊ കഴിഞ്ഞ തവണ നമ്മള് ഒറ്റ ടോപ്പിക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മള് ഒരുപാട് അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്നാ സ്റ്റാർട്ടിംഗ് അപ്ഡേറ്റ്സ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം നമ്മളുടെ ഇൻഡസ്ട്രി തന്നെ തുടങ്ങാം. അതാവും കുറച്ചും കൂടി ആൾക്കാർക്കും കേൾക്കാൻ താല്പര്യം. നമുക്കും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് മലയാള സിനിമന്റെ ആദ്യം നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ. അദ്ദേഹം ഇപ്പോ SSMB 29 ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എംപുരന്റെ പ്രൊമോഷൻ വന്നിട്ടുണ്ട്. ഈ SSMB 29 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് രാജമൗലി, മഹേഷ് ബാബു തുടങ്ങിയ അവിടുത്തെ ഇപ്പത്തെ ഒരു കറന്റ് ഹോട്ടായിട്ട് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. അതിന്റെ വിവരങ്ങളൊന്നും കൂടുതൽ ഡിസ്ക്ലോസ് ആയിട്ടില്ല. ഇപ്പൊ പൃഥ്വിരാജിന്റെ ഗെറ്റപ്പ് കാണുന്നത് ആ സിനിമയുടെ ആണ്. എനിക്ക് ആ സിനിമയെ പറ്റി ഓർക്കുമ്പോ നമ്മുടെ RRR സിനിമയുടെ കളക്ഷൻ അത്രത്തോളം ഒരു സിനിമയുടെ അത് ഹോളിവുഡിലത്തെ സ്റ്റുഡിയോസ് ജെയിംസ് കാമറൂൺ വരെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോയിലാണ്. അതാവണുള്ളൂ. അപ്പൊ നമുക്ക് ഇനി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പൃഥ്വിരാജ് ഇനി അടുത്ത ചെയ്യാൻ പോകുന്ന മലയാള സിനിമ നമ്മുടെ നിസാം ബഷീറിന്റെ പടമാണ്. അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോബഡി എന്നാണ് സിനിമയുടെ പേര് വന്നിട്ടുണ്ടായിരുന്നു. നിസാം ബഷീർ നമുക്കറിയാം, നമ്മുടെ റോഷാക്കിന്റെ ഡയറക്ടറാണ്. കെട്ടിയോളമാലൊക്കെ. അപ്പൊ നമുക്ക് വളരെ പ്രതീക്ഷയുള്ള ഡയറക്ടറാണ്. അപ്പോൾ ഏപ്രിലില് 9 ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒരു ന്യൂസ് വന്നിട്ടുള്ളത്. എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. കാരണം നമുക്ക് മാർച്ച് ലാസ്റ്റ് ആകുമ്പോൾ പൃഥ്വിരാജ് SSMBക്ക് കയറുന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പ്രതീക്ഷിക്കണം. പിന്നെ നെക്സ്റ്റ് ഫിലിം മലയാളം അത് തന്നെയായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ജിസ്റ്റോയി ആസിഫ് അലി പടം ഓണായിട്ടുണ്ട്. അതെ, ഇന്നൊരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ബോബി സഞ്ജയുടെ എന്താ പറയാ, കൃത്യമായിട്ടൊരു കമേഴ്ഷ്യലോ അല്ലെങ്കിൽ ക്രിട്ടിക്കലോ അക്ലൈംഡ് ആയിട്ടുള്ള ഒരു ഫിലിം ലാസ്റ്റ് വന്നിട്ട് കുറച്ച് സമയമായി. ലാസ്റ്റ് വന്ന് ഒരുപാട് നല്ല സ്ക്രിപ്റ്റുകളായിരുന്നെങ്കിലും ഒരുപോലെ എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന ഒരു നല്ല പ്രൊജക്ട് വന്നിട്ട് കുറച്ച് സമയം. പക്ഷെ സല്യൂട്ടൊക്കെ എന്റെ ഫേവറേറ്റ് ആണ്. സല്യൂട്ട് സിനിമ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന അതൊരു ഭയങ്കര സോഡിയാക്കൊക്കെ പോലെ ഭയങ്കരമായിട്ടൊരു സിനിമ. ലാസ്റ്റ് നമുക്ക് വില്ലനെ പിടിക്കുന്നു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ. അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പടങ്ങൾ അധികം കാണാത്തത് കൊണ്ട് അത് പ്രശ്നമില്ല. കാരണം നായാട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ടൈപ്പ് ക്ലൈമാക്സ് ഒക്കെ ആയതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ പുതിയ പരീക്ഷണങ്ങൾ നമ്മൾ ഒരേപോലെ സ്വീകരിക്കും. ചില സമയത്ത് നിസ്സാരാക്കി തള്ളിക്കളയും ചെയ്ത സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എത്ര ചിന്തിച്ചിട്ട് അവരത് ചെയ്തിട്ടുണ്ടാവും ഞാൻ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നിവിൻ പോളിയുടെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന സിനിമ ഉണ്ടല്ലോ, ഡിയർ സ്റ്റുഡൻസ്, നയൻതാര നായികയായിട്ടുള്ള ഫിലിം. ആ ഫിലിം ഇന്ന് ഷൂട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫിലിപ്പ് റോയിനും സന്ദീപ് കുമാറിനും പറഞ്ഞ 2 പേരാണ് സിനിമയുടെ ഡയറക്ടർ. ഫിലിപ്പ് റോയിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒബാമ നല്ല സിനിമയാണ്, അതിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ വേറൊരു സിനിമയും കൂടിയുണ്ട്, ഒബാമ അല്ലാണ്ട് അദ്ദേഹം വർക്ക് ചെയ്തൊരു സിനിമയും കൂടിയുണ്ട്. അപ്പോൾ ഞണ്ടുകളുടെ നാട്ടിൽ അത് അസിസ്റ്റന്റ് ആയിട്ടാണ്, സ്ക്രിപ്റ്റ് അസിസ്റ്റന്റ് ആയിട്ടാണെന്ന് അറിയില്ല. ആ സിനിമയിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. സന്ദീപ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഈ ഡയറക്ടർ ഫിലിം ഫീൽഡിലുള്ള ആണെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സിനിമയുടെ എന്താണ് അതിന്റെ തീം, എന്താ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് റൂമർ വന്നിട്ടുള്ളത് നമ്മുടെ LJP അടുത്ത് പറഞ്ഞ പറ്റിയിട്ടാണ്. നമ്മുടെ സജിൻ ഗോപും ബിജു മേനോനാണ് സിനിമയിൽ ലീഡ് റോൾസിൽ വരുന്നത്. അതൊരു റൂമർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വിചാരിക്കുന്നത് അതൊരു ഹോട്ട് ബസ് ആണ്. കാരണം LJPയുടെ ഒരു സിനിമ ഇപ്പൊ വന്നിട്ട് 1 വർഷത്തോളം കഴിഞ്ഞു. അത് ഇപ്പൊ സജിൻ ഗോപു ആദ്യമായിട്ടല്ല LJPയുടെ സിനിമയിൽ അഭിനയിക്കുന്നത്. ചുരുളിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ ഡയലോഗ്സ് വരെ എല്ലാവരും നമ്മളത് പറയുന്നില്ല. എക്സ്പെക്ടേഷന്റെ അമിത പാടില്ലാത്തൊരു സിനിമ. അത് LJPയുടെ ക്രാഫ്റ്റ്മാൻഷിപ്പ് കാണാൻ പറ്റും. പുള്ളിയുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ എന്നുള്ള ഒരു മാതിരി. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഇനി വരാൻ പോകുന്ന നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ പടത്തിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. നമ്മുടെ ലൂസിഫർ. ഇപ്പോ ഇനി സിനിമ റിലീസ് ചെയ്യാൻ ഇനി 4 ദിവസം ലൂസിഫർ ടു എംപുരാൻ. ഇനിയിപ്പോ സിനിമ റിലീസ് ചെയ്യാൻ 4 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. ഇന്നൊരു ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പോസ്റ്ററിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പിക്കാരിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോ കാണാനായിട്ട്. ഇപ്പൊ നമ്മുടെ ബുക്ക് മൈ ഷോയുടെ സെർവറൊക്കെ ക്രാഷ് ആയിട്ടിരിക്കുകയായിരുന്നു. കാരണം ഫസ്റ്റ് ഡേ ബുക്കിംഗ് അത്രയും ഒരു പാൻ ഇന്ത്യൻ സിനിമക്ക് കിട്ടേണ്ട ഒരു റീച്ചാണ് സിനിമയുടെ ബുക്കിങ്ങിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനും അതെ. എന്താ വെച്ചാല് നമ്മുടെ കേരളത്തിന് പുറത്ത് അധികം സ്ക്രീൻസ് ഓപ്പൺ ചെയ്യാതെയാണ് ഈ ഒരു അച്ചീവ്മെന്റ് ഫസ്റ്റ് അവറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു ആദ്യത്തെ മണിക്കൂറിൽ 90,000-ന് മുകളിൽ, ഫസ്റ്റ് ദിവസം 6 ലക്ഷം മുകളിൽ ടിക്കറ്റ് വിറ്റുപോയി. കാരണം സെക്കൻഡ് പൊസിഷനിലുള്ളത് കൽക്കി ഫിലിം. അത് നമുക്കറിയാം എത്ര വലിയ പാൻ ഇന്ത്യൻ ഫിലിമാണ്, എത്ര ലാംഗ്വേജിൽ റിലീസ്. ഇപ്പൊ
എന്താ പറയുക, നമ്മുടെ എംപുരാൻ പല ലാംഗ്വേജിൽ റിലീസ് ആവുന്നുണ്ടെങ്കിൽ പോലും സെക്കൻഡ് ഡേ ആണ് സിനിമയുടെ മറ്റ് ലാംഗ്വേജസിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഡേ 6 ലക്ഷത്തിന്റെ മുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന, അതും ഒരു പാൻ ഇന്ത്യൻ സിനിമയുടെ ഇരട്ടി ടിക്കറ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു മലയാള സിനിമ പ്രേക്ഷകർ എനിക്ക് സന്തോഷമാണ് ഉള്ളത്. എംപുരാന്റെ ഇപ്പൊ എല്ലാവരും ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് ഇതിന്റെ അനോമോർഫിക് ലെൻസിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 1:2.8 എന്ന് പറഞ്ഞ സംഗതി വെച്ചിട്ട് ആ ഒരു ഫോർമാറ്റിൽ വരുന്ന മലയാളം സിനിമ നമ്മൾ ഇപ്പൊ എംപുരാന്റെ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ലൂസിഫറിന്റെ ഫ്രാഞ്ചൈസിയിൽ 3 സിനിമ ഇതല്ലാതെ വേറെ സിനിമ ഇല്ല. ഇങ്ങനത്തെ ഒരു അതായത് വൈഡ്, അതായത് അതിലെ ചില ഷോർട്സുകൾ നമുക്ക് കണ്ടാൽ അറിയാം, വൈഡ് ഷോർട്സുകൾ കണ്ടാൽ തന്നെ അറിയാം ഇതിന്റെ ഒരു കാര്യം. നമുക്ക് ആ സിനിമ ആ ഒരു ഇതില് കാണാൻ പറ്റും എന്നുള്ളതാണ്. റേഷ്യോയില് വരുന്ന തിയേറ്റേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് 2:39:1 അങ്ങനെയാണ് റേഷ്യോ വരുന്നത്. അതില് കുറച്ച് തിയേറ്റേഴ്സ് ലിസ്റ്റ് ചെയ്തതിൽ നമ്മുടെ കൃഷ്ണ തിയേറ്റർ, അതായത് നമ്മുടെ അടുത്ത് തൃശ്ശൂർ തിയേറ്ററിലുണ്ട്, തൃശ്ശൂർ രാജ്യത്തിലുണ്ട്. ഒറ്റപ്പാലം ലാഡർ എന്ന് പറഞ്ഞ കുറച്ചൊരു ഫേമസ് ആണ്. ഇതിപ്പോ ഞങ്ങൾ ഈ തൃശ്ശൂർ പാലക്കാട് എന്ന് പറയാനുള്ളതിന്റെ പ്രധാന കാരണം ഞങ്ങൾ മൊത്തം പാലക്കാടുകാരാണ്, പട്ടാമ്പിക്കാരാണ്. അതാണ് ഞങ്ങൾ അടുത്തുള്ള തിയേറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഞങ്ങള് പടം ഫസ്റ്റ് ഡേ കാണാൻ പോകുന്നത് പട്ടാമ്പി കൃഷ്ണ തിയേറ്ററിലാണ്. ലൂസിഫർ നമ്മൾ കണ്ടത് ഒരു 6 AM ഷോ ആണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. അത് നമ്മുടെ തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഷുവറാണ്. കാരണം ലൂസിഫർ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ തമിഴിൽ നിന്ന് ഇനി വരാൻ പോകുന്ന വലിയൊരു ഫിലിം ഇനി ഒരു 3 മാസമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ തഗ് ലൈഫ് ഉണ്ടല്ലോ. അപ്പൊ തഗ് ലൈഫ് ഫിലിം പോസ്റ്റ്പോണ്ട് ചെയ്യുന്ന ഇങ്ങനെ പല വാർത്തകളും വന്ന സമയത്താണ് ഇന്നലെ പോസ്റ്റർ ഇട്ടുണ്ട്. അതേപോലെ തന്നെ ഏപ്രിലില് പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ കൂടി വരുന്നുണ്ടെന്ന് ഒരു അപ്ഡേറ്റ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. തഗ് ലൈഫിന്റെ ഫസ്റ്റ് ടീസർ വന്നപ്പോ ആ വിൻവെളി നായക എന്ന് പറഞ്ഞ സെക്കൻഡ് വരുന്ന ആ സാധനം കൊണ്ട് തന്നെ ആ ആൽബത്തിന്റെ മുകളിൽ എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ. മണിരത്നം AR റഹ്മാൻ എന്ന് പറഞ്ഞാല് അൺബീറ്റബിൾ കോംബോ ആണ്. മണിരത്നം നായകൻ കഴിഞ്ഞിട്ട് കമൽഹാസൻ മണിരത്നം കോമ്പോയിൽ വരുന്ന ഒരു സിനിമ. അതിൽ STR ഒരു ക്യാമിയോ അല്ല, അതൊരു ക്യാരക്ടർ വൈസ് തന്നെ എഴുതിയിട്ടുണ്ട്. അത് മുന്നേ എന്താ പറയാ ഇപ്പൊ ജയൻ രവി ദുൽഖറിനൊക്കെ കാസ്റ്റ് ചെയ്തോടുന്നോടുന്നാണ് അവരെ മാറ്റിയിട്ട് ഈ സംഗതി കൊണ്ടുവന്നത്. ന്യൂ തഗ് ഇൻ ടൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക പോസ്റ്റ് തന്നെ ആൾക്കിട്ടാണ് വന്നത്. STRന്റെ ഒരു ഫാൻ ബേസ് തമിഴ്നാട്ടില് അങ്ങനെ ആണ്. അല്ല, STRനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയൊരു ഫിലിമാണ് അത്. അതെ. പിന്നെ അടുത്തത് കമൽഹാസനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്കിനി നമ്മുടെ തലവറിനെ പറ്റി പറയണം. നമ്മുടെ കൂരി സിനിമയുടെ എന്താ പറയാ ടീസർ കഴിഞ്ഞ മാർച്ച് 14 വരുന്ന ഒരു റൂമർ ഉണ്ടായിരുന്നു ലോകേഷിന്റെ ബർത്ത്ഡേ ആയിട്ട് സംബന്ധിച്ചിട്ട്. പക്ഷെ അത് വന്നില്ല. പകരം കുറച്ച് ഷൂട്ടിംഗ് സ്റ്റിൽസ് നമുക്ക് കിട്ടുണ്ടായി. അപ്പൊ ഇനി അടുത്ത് വന്നൊരു റൂമർ ഏപ്രിൽ 14 വരുന്നുള്ളതായിരുന്നു. അത് തമിഴ് ന്യൂ ഇയർ ആണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഒരുപാട് സിനിമകളുടെ അപ്ഡേറ്റ് ഒക്കെ ഉണ്ടാവും. ഞാനും എക്സ്പെക്ട് ചെയ്യുന്നു അത്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന റൂമർ എന്താ വെച്ച് കഴിഞ്ഞാല് കൂലിയുടെ റിലീസ് ഡേറ്റ് സംബന്ധിച്ചിട്ടാണ്. സിനിമ ഇപ്പൊ അവര് പ്ലാനിങ് ആണത് August 15 ഇറക്കാൻ വേണ്ടിയിട്ടാണ്. വാർ 2 ഓൾറെഡി റിലീസ് അവര് അനൗൺസ് ചെയ്തിരുന്നതാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് NTRനെ തോന്നുന്നു ഒരു ആക്സിഡന്റ് പറ്റി വെക്കുമ്പോ പടം ഷൂട്ട് നിന്ന് പോയി. പക്ഷെ അവരിപ്പോഴും പടം വേഗം ആ ഡേറ്റ് തന്നെ അവർ വരുന്നതാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോ കൂലി ചിലപ്പോ ക്ലാഷ് വെക്കാൻ സാധ്യതയില്ല. അപ്പൊ അവര് ചിലപ്പോ അത് അവർ മാറ്റാൻ സാധ്യത ഉണ്ട്. അപ്പൊ അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിജയുടെ ജനനായകൻ ഫിലിം ഉണ്ടല്ലോ, ആ സിനിമ ഒക്ടോബറിൽ നിന്ന് മാറ്റി പോസ്റ്റ്പോൺ ചെയ്തു. അപ്പൊ ഒക്ടോബർ ഫ്രീ, അതായത് ആ ദീപാവലി സ്ലോട്ട് അവിടെ ഫ്രീ ആയി. അപ്പോ ഈ സിനിമ ദീപാവലിക്ക് അവർ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 2 ഫിലിം ദീപാവലിക്ക് പ്ലാൻ ചെയ്തിട്ട്, ഒന്ന് നമ്മുടെ മുരുകദാസ് SK ഫിലിം, ശിവകാർത്തികേയന്റെ മദ്രാസി ഫിലിം ഓൾറെഡി ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇനി 23 ദിവസത്തെ പാച്ച് വർക്ക്, ഇനി 23 ദിവസത്തെ പാച്ച് വർക്കും കൂടി ഉള്ളു. അതുകൂടി കഴിഞ്ഞാൽ സിനിമ ഷൂട്ട് കഴിഞ്ഞു. പിന്നെ സൂര്യ 45 നമ്മുടെ RJ ബാലാജിയുടെ ഫിലിം, ആ സിനിമ ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അടുത്ത മാസം ഷൂട്ട് കഴിയും. ഈ 2 സിനിമ ദീപാവലിക്ക് പ്ലാൻ ചെയ്യുന്നത് ഓൾറെഡി അവർ ദീപാവലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ ഒരു പക്ഷേ രജനീകാന്തിന്റെ സിനിമ വെക്കുകയാണെങ്കിൽ അവര് രജനീകാന്തിന്റെ കൂലി സിനിമയുടെ റിലീസ് കൺഫേം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ, അനൗൺസ്മെന്റ് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് കിട്ടിയിട്ട് വേണം ഈ 2 പടങ്ങൾക്കും എന്താ പറയാ റിലീസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആ ഡേറ്റ് 14 വരുന്ന ടീസർ വരുന്നുണ്ടെങ്കിൽ 15 ഡേറ്റും കൂടി ഉണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഒരു ഒക്ടോബർ റിലീസ് കിട്ടിക്കഴിഞ്ഞാല് ഈ സിനിമയ്ക്ക് മാത്രമല്ല, ദീപാവലി പറയുമ്പോൾ നമ്മുടെ അവിടെ ഓണം വിഷു എന്ന് പറഞ്ഞ പോലെ ഒരു വലിയ ഫെസ്റ്റിവൽ റിലീസ് ആണ്. അപ്പൊ ഒരുപാട് സിനിമകളുടെ റിലീസ് ചിലപ്പോൾ ആ ഒരു ഡേറ്റിലോട്ട് കൺഫേം ചെയ്യുന്നു തോന്നുന്നു. അതുപോലെ സർദാർ 2ന്റെ
ഡബിങ് ഒരു പൂച്ചോട് കൂട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കാർത്തി ഡബ് ചെയ്യുന്നതിന്റെ ഒരു ഫോട്ടോ വന്നിട്ട് കാർത്തിക് എന്തോ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്, കാലൊടി എന്തോ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സിനിമയുടെ ഷൂട്ട് നിർത്തിയിട്ട് ഷൂട്ട് ചെയ്ത ഭാഗം മൊത്തം ഡബ് ചെയ്ത് തീർക്കാൻ പോകും പുള്ളിക്കാരൻ. അതെന്തായാലും നല്ല അവരും ഒക്ടോബറിൽ ദീപാവലി പ്ലാനാണ്. സർദാർ ഒരു ഗംഭീര പടം. അതെ, കമേഴ്ഷ്യലി ദീപാവലി വിന്നർ ആയിരുന്നു എനിക്ക് സർദാർ സിനിമ കാണാൻ പോയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ. അപ്പൊ സിനിമ സെക്കൻഡ് പാർട്ട് നന്നാവും തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ പുതിയ സിനിമ കാർത്തിയുടെ 29ാമത്തെ സിനിമയാണ് ഇനിയിപ്പോ പുള്ളി നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു വലിയ സിനിമയാണ്. നമ്മുടെ തമിഴ്നാട് ഡയറക്ടർ പേര്, പുള്ളിയുടെ മുമ്പത്തെ ഫിലിം താണാക്കാരൻ എന്ന വിക്രം പ്രഭു. അതെ, ആ സിനിമ ഡയറക്ടർ. ഒരു നല്ല സിനിമയാണ്. ഒരു കാർത്തിയുടെ പടം ഒരു വലിയ സ്കെയിലിൽ വരുന്ന ഫിലിമാണ്, ഒരു പീരീഡ് പോർഷൻ ഫിലിമാണ് എന്നാ കേട്ടത്. അപ്പൊ കാർത്തിയുടെ ഇപ്പോ നമ്മള് വന്ന ആ സിനിമയുടെ ഇപ്പൊ സർദാറിന്റെ അല്ലാണ്ട് ഒരു സിനിമയും കൂടി നമുക്കൊരു അപ്ഡേറ്റ് ഉണ്ടാവും. നാളന്റെ സിനിമ നാളൻ കുമാരസ്വാമി എന്ന് പറയുമ്പോൾ ഫിലിമിന്റെ പേര് അങ്ങനല്ല. അതായത് മൂപ്പര് ഫസ്റ്റ് സിനിമ സൂത് കൗ എന്ന് പറഞ്ഞ ഭയങ്കരമായ ഒരു പടം. അതേമാതിരി കാതലും കടന്നു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ഡിയർ ഡെസ്പെറാഡോ എന്ന് പറഞ്ഞ സിനിമയുടെ കറക്റ്റ് ഇത് വാങ്ങിച്ചിട്ട് ചെയ്തൊരു സാധനം, എന്നാൽ ഇത് വേറൊരു തരത്തിലുള്ള ഫോളോയിങ് ഉള്ള ഒരു വലിയ സിനിമയാണ്. ആ സിനിമയുടെ കാര്യത്തിലും നമ്മളെ മണികണ്ഠനൊക്കെ തല കാണിച്ചു തുടങ്ങുന്ന ഒരു ടൈമാണ്. അതിൽ മണികണ്ഠൻ ഇന്റർഫിയർ. മണികണ്ഠൻ ഇപ്പോ മണികണ്ഠൻ പ്രോമിസ് ആയിട്ടുള്ള ഇപ്പൊ കുടുംബസ്ഥൻ വരെ വെച്ചാലോചിക്കും. മണികണ്ഠന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വട ചെന്നൈയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോ നമ്മള് കുറെ കൊല്ലായിട്ട് ആ സിനിമ അന്ന് അത് കണ്ട ആൾക്കാർ ആ സിനിമയുടെ, അതായത് ഈ അൻപുവിൻ എഴുച്ചി എന്ന് പറഞ്ഞ ഈ അൻപ് എന്ന് പറഞ്ഞ ആളുടെ ഇത് ഇനി എന്താണ്, ഇനിയിപ്പോ ആ സിനിമയുടെ അല്ലെങ്കിൽ ആ നാട്ടുകാരെ ഫ്യൂച്ചർ എന്താണ്, ഇനി എന്താ ഉണ്ടാകാൻ പോണെന്നുള്ള സംഗതി അത് വെറ്റുമാരനോട് പറഞ്ഞു. പല ഇതിലും വരും എന്നുള്ള കാര്യം പറയും. ഇപ്പോ വെറ്റുമാറിന്റെ ഒരു അസിസ്റ്റന്റ് തന്നെ ഡയറക്ട് ചെയ്യും, മണികണ്ഠൻ അത് ലീഡറോട് വരും എന്നുള്ളൊരു. ഈ വടച്ചെന്നൈയുടെ കാര്യത്തിൽ തന്നെ ആദ്യം അത് വിജയ് സേതുപതി അഭിനയിക്കണം, അങ്ങനെ വേറെ തരത്തിലുള്ള അപ്ഡേറ്റ് വന്ന സിനിമയാണ്. പിന്നെ ധനുഷന്റെ നായകനായിട്ട് അത് വരുന്നുണ്ടായത്. ഇപ്പോ വടച്ചെന്നൈ 2ന്റെ ഇങ്ങനൊരു അപ്ഡേറ്റ് വരുന്നത് സർപ്രൈസ് ആയി, വളരെ സർപ്രൈസ് ആയി. ഇപ്പൊ നമ്മള് ലോകേഷിന്റെ കാര്യം പറഞ്ഞു, കാർത്തിക കാര്യം പറഞ്ഞു. ഇവർ രണ്ടും ഒന്നിക്കാൻ നമ്മൾ അടുത്ത പടത്തിന്റെ കാര്യം കൂടി നമ്മൾ പറയണല്ലോ. ഒരുപാട് വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. ഒരുപാട് വർഷമായിട്ട് പറഞ്ഞ ലോകേഷ് ഇടയിൽ കമ്മിറ്റ് ചെയ്ത പ്രോജക്റ്റുകള് അത് ശരിക്ക് വിക്രം ലിയോ കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് വരേണ്ട ഒരു സിനിമയായിരുന്നു. അത് ഇപ്പൊ കൂലിയും കൂടിയും കഴിഞ്ഞിട്ട് വരാൻ. ഇനി കൂലിക്ക് ശേഷം പുതിയ ഫിലിം കമ്മിറ്റ് ചെയ്യാതിരിക്കട്ടെ, നമുക്ക് ലോകേഷ് ഇന്ന് വരെ അയാൾ ക്രിയേറ്റ് ചെയ്ത അയാളെ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും നല്ല ക്യാരക്ടർ ജുലിയാണെന്ന് പറഞ്ഞാലും നമുക്ക് അത് അതിശയിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഭയങ്കരമായിട്ടുള്ള ഒരു സിനിമ. അപ്പൊ അതിന്റെ സെക്കൻഡ് ഭയങ്കരമായിട്ട് എല്ലാവരും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ കൊണ്ടിടുന്ന സിനിമ. വിക്രമില് ചെറിയൊരു മാത്രം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു കയ്യിൽ അത് കാണിക്കുമ്പോ കൂടെ തിയേറ്ററിൽ അതിന് വന്ന റെസ്പോൺസ് നമുക്ക് വളരെ ഓർമ്മയുള്ളതാണ്. അപ്പൊ അത് വേഗം വരാനുള്ള. നമ്മുടെ കൂലി സിനിമ കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് എന്താ പറയാ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 2026 ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. ഇപ്പൊ SR പ്രഭുവും കാർത്തിയും കൂടിയിട്ട് നമ്മുടെ ലൊക്കേഷനെ ബർത്ത്ഡേയുടെ അന്ന് കാണാൻ പറഞ്ഞിട്ട് അതിൽ കാർത്തി. അതെ. അതിൽ നമ്മൾ എടുത്തു പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയിൽ കെവിൻ പ്രൊഡക്ഷൻസ് കൂടി യോജിക്കാൻ പോകുന്നുണ്ട്. വലിയൊരു ടോക്സിക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ യാഷ് KGF കഴിഞ്ഞ് എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതിൽ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ അടുത്ത സിനിമ ഇപ്പൊ ടോക്സിക് എന്ന് പറഞ്ഞൊരു സംവിധാനം, അത് ഗീത് മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന സിനിമ പറഞ്ഞപ്പോ എല്ലാവരും സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. KGF 3 ഉടനെ തുടങ്ങുമോ എന്നുള്ള വരെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ. മൂപ്പര് അങ്ങനെ ഒരു പ്രോജക്ട് അനൗൺസ് ചെയ്ത് ഭയങ്കര സർപ്രൈസിംഗ് ആയി. ഇപ്പോ ടോക്സിക്കിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് വന്നിരിക്കുന്നു. സിനിമ 19/3/26, അതായത് 2026 മാർച്ച് 19 സിനിമ റിലീസ് ആവുന്ന തരത്തില് യാഷനെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്ററോട് കൂടിയിട്ട് സംഗതി വന്നു. ആ ഫിലിം ഇംഗ്ലീഷിൽ ഡബ് ചെയ്തിട്ട് ഇന്റർനാഷണലി അവര് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തതിൽ കിട്ടിയിരുന്നു. പല ഭാഷയിലെയും ആൾക്കാർ അതിൽ അഭിനയിക്കുന്നുണ്ട്. നയൻതാര, കരീന കപൂർ എന്നുള്ള മാതിരി സിനിമയില് വേറെ ഭാഷയിലെ നടിമാരും ഒക്കെ അഭിനയിക്കുന്നത്. അതിന്റെ ഇപ്പൊ വന്ന ടീസറിലും അതൊരു ലോക്കലൈസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ അല്ല, അതൊരു
ഒരു വലിയ അതെ 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 ഒരു ക്യാൻവാസിലോട് ഇന്റർനാഷണൽ വലിയൊരു ക്യാൻവാസിൽ തുടങ്ങുന്ന സിനിമയാണ് എന്നുള്ളത് അതെ. വ്യക്തമായിട്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു സംവിധായകൻ ചെയ്യുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടം. മൂത്തോൺ ഫിലിമൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അവര് നല്ലൊരു സിനിമ ആയിരിക്കട്ടെ, അവർക്ക് അത്ര നല്ല എന്താ പറയാ അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ പ്രശാന്ത് നീലിന്റെ അതെ, ഇപ്പൊ കന്നഡ ഇൻഡസ്ട്രിയുടെ കാര്യം പറയുമ്പോൾ പ്രശാന്ത് നീലിനെ വിടാൻ പറ്റില്ല. പ്രശാന്ത് നീൽ ഇപ്പോ പ്രശാന്ത് നീലും NTR NTR-ന്റെ സിനിമയുടെ NTR 31 ഷൂട്ട് തുടങ്ങിയതിൻ്റെതായിട്ടൊരു പിക്ചർ, ഒരു റൈറ്റ് സ്പോട്ട് ആണ് എന്ന് തോന്നുന്നത്. എന്താ പറയാ, ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു റൈറ്റ് നടക്കുന്ന ഒരു മൈക്കൊക്കെ പിടിച്ചിട്ട് ആള് ഇതാക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും വലിയൊരു സിനിമയാണ്. അതെ അതെ, തീർച്ചയായിട്ടും വലിയൊരു സിനിമ ആയിരിക്കും. പിന്നെ ആ സിനിമയില് വില്ലനായിട്ട് വരാൻ പോകുന്ന നമ്മുടെ ടോവിനോ തോമസ് ആണെന്നൊക്കെ വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. ആയിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രശാന്ത് നീലിന്റെ ഒരു സിനിമ ആകുമ്പോൾ അതിൽ വില്ലൻ ക്യാരക്ടർ ആണെങ്കിൽ കൂടെ അതൊരു ഇമ്പോർട്ടന്റ് അതെ അതെ ക്യാരക്ടർ നമ്മൾ സലാറിൽ കണ്ടതാണ്. അതെ അതെ, അതിപ്പോ വില്ലൻ ആണെങ്കിലും സുഹൃത്താണെങ്കിലും അത് cameo role ആണെങ്കിൽ അത് പോലും വലിയൊരു അതെ, ക്യാരക്ടർ ആവാം എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അത് ടോവിനോക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യട്ടെ. അത് എന്താ അത് പറയുക, വേറൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരിക്കും.